ലോകവിവരമൊന്നുമില്ല, എപ്പോഴും ഫോണിൽ ഇങ്ങനെ തോണ്ടിയിരിക്കുന്ന പിള്ളേരാണ്. അങ്ങനെ ജെൻ സി പിള്ളേരെ പറ്റി പലതും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. പക്ഷെ അവരെ അത്രയങ്ങ് കുറച്ച് കാണണോ എന്നതാണ് ചോദ്യം. പല രാജ്യങ്ങളിലും തെരുവിലിറങ്ങി വൻ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഈ പറയുന്ന ജെൻ സി പിള്ളേർ. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആ പ്രക്ഷോഭങ്ങളിൽ ആദ്യം വരുന്നത് ഫിലിപ്പീൻസിലാണ്. ഫിലിപ്പീൻസിലെ പ്രതിഷേധം തുടങ്ങാനുള്ള കാരണം അവിടുത്തെ ഭരണ നേതൃത്വത്തിന്റെ അഴിമതിയാണ്. ആ അഴിമതിയിൽ സഹികെട്ട് ഫിലിപ്പീൻസിലെ ജെൻസികൾ തെരുവിലിറങ്ങി. അതിന് പ്രകോപനമായത് എന്താണെന്നറിയാമോ? മഴയാണ്. കഴിഞ്ഞ വർഷം 5500-ലധികം വെള്ളപ്പൊക്ക നിയന്ത്രണ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കിയിരുന്നു പ്രസിഡന്റ് മാർക്കോസ് ബോംഗ് ജൂനിയർ അവകാശപ്പെട്ടത്. ഇതിനായി 545 ബില്യൺ ചെലവഴിച്ചു, എല്ലാം പെർഫെക്റ്റ് ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷേ മഴ പെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് അറിയാവുന്ന കാര്യമാണ്, മഴ പെയ്തു, വെള്ളപ്പൊക്കം വന്നു. അപ്പോൾ പിന്നെ സർക്കാർ ഇത്രയും കാലം എന്താണ് ചെയ്തതെന്ന ചോദ്യം ചോദിച്ചു. നിലവാരമില്ലാത്ത മറ്റു പല പ്രോജക്റ്റുകളുടെയും പേരിൽ ഉദ്യോഗസ്ഥരും കരാറുകാരും ഇടനിലക്കാരും ഒക്കെ ഒരുപാട് പണം തട്ടിയെടുക്കുകയും ചെയ്തിരുന്നു. ഈ ഉദ്യോഗസ്ഥരുടെ മക്കളുടെ ആഡംബര ജീവിതവും ഇതിനോടൊപ്പം തന്നെ ചർച്ചയായി. കറുത്ത വസ്ത്രം ധരിച്ച പ്രകടനക്കാർ പോലീസിന് നേരെ കല്ലും ബോംബും ഒക്കെ എറിഞ്ഞു. പ്രശ്നം കൂടുതൽ വഷളായി. പ്രതിഷേധത്തെ തുടർന്ന് അടിസ്ഥാന സൗകര്യ പദ്ധതികളുടെ അഴിമതി അന്വേഷിക്കുന്നതിനായി മാർക്കോസിന് ഒരു 3-അംഗ കമ്മീഷനെ വെക്കേണ്ടി വന്നു. അന്വേഷണത്തിൽ കുറ്റക്കാരായവരെ കണ്ടെത്തുകയും ചെയ്തു. അതാണ് ഫിലിപ്പീൻസിൽ സംഭവിച്ചത്. അപ്പോൾ ഒരു മഴയുണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മൾ ഫിലിപ്പീൻസിൽ കാണുന്നതെങ്കിൽ അടുത്തത് നമ്മുടെ ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യയിലെ പ്രതിഷേധം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പാർലമെന്റ് അംഗങ്ങൾക്കുള്ള വേതനവും ഹൗസിംഗ് അലവൻസും കുത്തനെ കൂട്ടി അവിടെ. അതോടുകൂടിയാണ് ഇന്തോനേഷ്യയിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ഇന്തോനേഷ്യയിലെ ഭൂരിഭാഗം ആളുകളും അവനവന്റെ ഓരോ ദിവസത്തെയും ചെലവിന് പണം കണ്ടെത്താനായിട്ട് പാടുപെടുമ്പോഴാണ് അവിടെ ശമ്പളം വർദ്ധിപ്പിച്ചത്. കേരളവുമായി നമുക്ക് റിലേറ്റ് ചെയ്യാം. പാർലമെന്റ് അംഗങ്ങൾക്കുള്ള ഹൗസിംഗ് അലവൻസ് മാത്രം 10 ഇരട്ടിയാണ് സർക്കാർ കൂട്ടിയത്. അതേസമയം വിദ്യാഭ്യാസം, ആരോഗ്യം, പൊതുമരാമത്ത് ഇതിലൊക്കെ കർശനമായിട്ടുള്ള ചെലവ് ചുരുക്കൽ നടപടികളും രാജ്യത്ത് നടത്തി. പ്രതിഷേധത്തിനിടെ ഡെലിവറി ബോയിയായ 21-കാരൻ പോലീസ് അതിക്രമത്തിൽ കൊല്ലപ്പെട്ടതോടെയാണ് അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണക്കാരന്റെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെടാതെ മറ്റു കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് ഈ 2 പ്രതിഷേധങ്ങളും ഉണ്ടായതെന്ന് കാണാം. ഫിലിപ്പീൻസും ഇന്തോനേഷ്യയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകേണ്ടത് പെറു എന്ന രാജ്യത്തേക്കാണ്. പെറുവിൽ എന്താണ് നടന്നതെന്ന് ചോദിച്ചാൽ 2027 സെപ്റ്റംബറിൽ കൊണ്ടുവന്ന വിവാദമായ പെൻഷൻ പരിഷ്കരണം, അതാണ് പെറുവിൽ പ്രതിഷേധത്തിന് പ്രകോപനമായത്. വർഷങ്ങളായി രാഷ്ട്രീയ അസ്ഥിരതയുള്ള രാജ്യമാണ് പെറു എന്നറിയാമല്ലോ. അഴിമതി ആരോപണമാണ് ഇവിടെ പ്രധാന പ്രശ്നമായിട്ട് മാറിയത്. സാമ്പത്തിക അരക്ഷിതാവസ്ഥയും പ്രശ്നമാണ്. ആ അരക്ഷിതാവസ്ഥയിൽ ജനങ്ങൾ ഇങ്ങനെ കഴിയുമ്പോഴാണ് അവർക്കിടയിലേക്ക് രാജ്യത്തെ പെൻഷൻ സമ്പ്രദായം പരിഷ്കരിക്കുന്ന സർക്കാരിന്റെ നീക്കം വരുന്നത്. തങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, തങ്ങൾ വിശ്വസിക്കാത്ത ഒരു സംവിധാനം കൊണ്ടുവരുന്നു. ഇതിൽ എന്തിന് പണം നൽകണം എന്ന് ജൻസികൾ ചോദിക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ അസ്വസ്ഥരായ, ഭാവിയിൽ ആശങ്ക പ്രകടിപ്പിച്ച ജൻസികൾ ഒടുക്കം തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഈ പെൻഷൻ പരിഷ്കരണം അവരെ തെരുവിലേക്ക് ഇറക്കി എന്ന് ചുരുക്കം. ഇനി അടുത്ത രാജ്യം നേപ്പാളാണ്. നേപ്പാൾ മുതലാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക്, തലക്കെട്ടിലേക്ക് ഇന്ത്യ ഈ വിഷയത്തെ വലിയ കാര്യമായിട്ട് എടുത്തു തുടങ്ങിയത്. നേപ്പാളിൽ സംഭവിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യമാണ്. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നിവയുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതോടുകൂടിയാണ് നേപ്പാളിൽ ഈ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ചാണ് സാമൂഹിക മാധ്യമങ്ങൾ രാജ്യത്ത് നിരോധിക്കുന്നത്. ഇതോടെ സ്കൂൾ, കോളേജ് യൂണിഫോമുകൾ ധരിച്ചുകൊണ്ട് 10,000-കണക്കിന് ജെൻസി ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. സാമൂഹിക മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കിനെതിരെയും രാജ്യത്തെ അഴിമതിയുടെ സംസ്കാരം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കാഠ്മണ്ഡുവിലേക്കാണ് ആ മാർച്ച് നടത്തിയത്. പിന്നെ കണ്ടത് വലിയ പ്രതിഷേധ രീതികളാണ്. പാർലമെന്റ് മന്ദിരം ഉൾപ്പെടെയുള്ള നിയന്ത്രിത മേഖലകളിലേക്ക് ബാരിക്കേഡൊക്കെ മറികടന്ന് പ്രക്ഷോഭകർ കയറുന്നു. പോലീസ് ആകാശത്തേക്ക് വെടിവെക്കുന്നു. അങ്ങനെ ആ പ്രക്ഷോഭത്തിൽ 19 ജീവനുകൾ നഷ്ടപ്പെടുന്നു. 347 പേർക്കാണ് പരിക്കേറ്റത്. ഇതാണ് ജെൻസി പ്രക്ഷോഭത്തിന്റെ വിവിധ രാജ്യങ്ങളിലെ ഒരു ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ യഥാർത്ഥ വിഷയങ്ങളുടെ മേൽ നടപടിയെടുക്കാതെ മറ്റു കാര്യങ്ങൾക്കായി പണം ചെലവാക്കുന്നത് അഴിമതി വിഷയമാണ്. അതുപോലെ തന്നെ തങ്ങൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അതും വിഷയമാണ്. ഇതിലേത് വിഷയത്തിലായിരിക്കും ഇന്ത്യയിലേക്ക് പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ജൻസികൾ തെരുവിലേക്ക് ഇറങ്ങുക? അത് എവിടെയും സംഭവിക്കാം, ഏത് സംസ്ഥാനത്തും സംഭവിക്കാം. അതുകൊണ്ട് കരുതലോടെ മുന്നോട്ട് പോകുന്നു എന്നതാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്.